ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയുന്നത് മുമ്പ് ഇന്നോ സംഭവിച്ചൊരു കഥ. അത് ഞാൻ വായിച്ചതാണോ കേട്ടറിഞ്ഞതാണോ എന്തായാലും ഞാൻ എൻ്റെ അറിവിൽ വന്ന ഒരു കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഒരു 2 സുഹൃത്തുക്കൾ, വളരെ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കൾ. നമ്മളിങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. ആ 2 സുഹൃത്തുക്കൾ നല്ല ബിസിനസ്സുമാരാണ്. അവർ രണ്ടുപേരും ഒരു യാത്രയ്ക്ക് ഇങ്ങനെ ദീർഘമായ യാത്രയിൽ ഇങ്ങനെ പോയപ്പോൾ ഒരു കാട്ടിലൂടെ പോകേണ്ടി വന്നു. കാടെന്ന് പറഞ്ഞാൽ പുതുക്കടന്നുമല്ല, വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു വണ്ടി റോഡ്. ആ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മഴ ശക്തമായി, കാറ്റ് ശക്തമായി, റോഡൊക്കെ മരങ്ങളൊക്കെ മറിഞ്ഞു വീണ് റോഡൊക്കെ അങ്ങ് തകർന്നു. ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. പെട്ടെന്ന് കാറ് റിപ്പയറായി. ഇവർ പെട്ടെന്ന് കാറ് സൈഡിലോട്ട് ഒതുക്കി. ഇനി എന്ത് ചെയ്യാം? ആ റോഡിൽ കൂടെ വാഹനങ്ങൾ വളരെ കുറച്ചേ പോകാറുള്ളൂ. ഒട്ടും വാഹനങ്ങൾ കാണുന്നുമില്ല. 1-2 വാഹനങ്ങൾ വന്നപ്പം അവർ പറഞ്ഞു അങ്ങോട്ട് വണ്ടി പോകത്തില്ല, മരമൊക്കെ വീണ് കിടക്കുകയാണ്, ഇനിയിപ്പം നേരം വെളുത്ത ശേഷമേ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് അപരിതമായൊരു സ്ഥലവും അസമയമായതുകൊണ്ട് ഇവർ അല്പം അങ്കലാപ്പിലായി. ഇനിയിപ്പോൾ എന്താ അവർ പോകാൻ വഴി? ഇവർ രണ്ടുപേരും കുറച്ച് നേരം ഒന്ന് ആലോചിച്ചു. അന്ന് ഇതുപോലെ ഫോണൊന്നുമില്ല, മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് കാറിൽ തണുപ്പ് കൂടി വരുന്നു, ഒരു മാർഗവുമില്ല. പെട്ടെന്ന് അവർ നോക്കിയപ്പം അല്പം അകലെ ആ ഉയർന്ന സ്ഥലത്ത് ഒരു ലൈറ്റിൻ്റെ പ്രകാശം കണ്ടു. ഒരു വീടിൻ്റെ മുമ്പിലാണ് ആ ലൈറ്റ് കിടക്കുന്നത്. ഇപ്പോൾ ആലോചിച്ച് നമുക്ക് അവരോട് ചെന്ന് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം, നാളെ രാവിലെ പോകാം, ഇവിടെ കാട്ടിൽ വല്ല മൃഗങ്ങളുടെ ശല്യം ഉണ്ടായാലും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് ആ ഒരു ലൈറ്റ് ഫ്രണ്ടിലുണ്ട്, അകത്ത് ലൈറ്റുണ്ട്, ആരോ ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് കതകിൽ തട്ടി. പെട്ടെന്ന് കതവ് തുറന്നു. കതവ് തുറന്നപ്പോൾ പ്രൗഢയായ ഒരു സ്ത്രീ, അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പ്രൗഢയായ ഒരു പക്വതയുള്ള ഒരു സ്ത്രീ. അവർ ചോദിച്ചു എന്താ കാര്യം? പറഞ്ഞു ഞങ്ങളിങ്ങനെ യാത്രയ്ക്ക് വന്നതാണ്, ഇവിടെ വെച്ച് കാർ റിപ്പയറായി, അങ്ങോട്ടൊന്നും പോകാൻ വയ്യ, റോഡിലൊക്കെ മരം വീണ് കിടക്കുകയാണ്, ഞങ്ങൾക്ക് രാത്രി ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം തരണം, ഞങ്ങൾ ഈ കാർ ഷെഡിൽ വെളിയിൽ കിടന്നോളാം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് നിങ്ങളെ പരിചയവുമില്ല, നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇവിടെ അക്കോമഡേഷൻ തരും? അയ്യോ വേറെ ഒന്നും തോന്നണ്ട, ഞങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ രാവിലെ ഞങ്ങളങ്ങ് പോയിക്കോളാം, ഞങ്ങൾ ഇവിടെ കിടന്നാൽ മതി, പോലെ സൈഡിലെ വെളിയിൽ കാർ ഷെഡിൽ കിടക്കാൻ അനുവാദം തന്നാൽ മതി. അവർ കുറച്ച് നേരം നോക്കിയപ്പോൾ 2 യോഗ്യന്മാരായ ആളുകളാണെന്ന് മനസ്സിലായി. ഞങ്ങൾ രാവിലെ ഞങ്ങളങ്ങ് പോയിക്കോളാം, ഇത് ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടാക്കത്തില്ല എന്നോ. അങ്ങനെ ഇവർ ആ രാത്രി കിടന്ന് കിടന്നു പോയി. രണ്ടുപേരും വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി. അവരോട് യാത്ര പോലും ചോദിക്കാതാണ് അവർ നേരെ ഇങ്ങി വന്നു. കാറിൻ്റെ വേറെ ഇതൊക്കെ പോയി, കാറ് ഒന്നും ശരിയാക്കാതെ തന്നെ വേറെ വണ്ടി വിളിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ്, 2-3 അല്ല, ഒരു 5 മാസത്തോളം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നമ്മൾ അന്ന് ഒരു കാട്ടിൽ കൂടെ യാത്ര പോയപ്പം നമ്മുടെ കാറ് റിപ്പയറായല്ലോ, അന്ന് നീ ആ വീട്ടിൽ പോയി? അതെ, വീട്ടിൽ പോയപ്പോഴേ അവനുമായിട്ട് നീ പിന്നെ ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ഒന്ന് ചിരിച്ചു, ഒരു ചമ്മലോടെ ചിരി. അയാൾ പറഞ്ഞ് സത്യമാണ്, ഞാൻ അവിടെ പോയിരുന്നു, നമ്മളെ പോയി. അന്ന് രാത്രി ആയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണം എന്ന് തോന്നി. ഞാൻ നോക്കിയപ്പോൾ നീ നല്ല ഉറക്കം, എനിക്കാണെങ്കിൽ ഉറക്കം വിട്ട് വരുന്നുമില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് വെള്ളം കുടിക്കാമെന്ന് ആവശ്യമുണ്ട്, ഞാൻ അവിടെ ചെന്ന് കതവിൽ തട്ടി. ആ സ്ത്രീ പിന്നെ കഥ തുറന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാതെ ഒന്ന് വറയ്ക്കുന്നത്, എനിക്ക് ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അവരകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവരടുക്കളയിൽ പോയി നല്ലൊരു ഗ്ലാസ് കാപ്പി എനിക്ക് ഇട്ട് തന്നു. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരിവിടെ വന്നു പോട്ടതും അവർക്ക് ബന്ധുക്കളൊന്നും വെച്ച് അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ വടക്കേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. അവർ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വന്ന് താമസമാക്കിയത്. കുറേ കൃഷിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഭർത്താവും മക്കളൊന്നുമില്ല. അപ്പം അവർ മക്കളുമായിട്ട് പക്ഷേ മക്കളുമായിട്ട് ആകുന്ന അവരുടെ ബന്ധമൊന്നുമില്ല.
ഇവരിങ്ങനെ അവരുടെ കഥകളൊക്കെ പറഞ്ഞു. മാത്രമല്ല അവരുമായിട്ട് മാനസികമായിട്ട് ഞാനങ്ങാട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഞാൻ കാറെടുക്കാൻ വന്നപ്പം 2 ദിവസം കഴിഞ്ഞ് ആണല്ലോ കാറെടുക്കാൻ വന്നു. ഞാനവിടെ പോയി അവരെ കണ്ടു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരെ പോയി കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായി. അവർക്ക് എന്നെ ഇഷ്ടവും എനിക്ക് അവരെ ഇഷ്ടവും. അതുപോലെ നിൻ്റെ അടുത്തൊക്കെ ആരെയാ പറഞ്ഞു? എന്നിട്ട് നീ എന്താ ചെയ്ത്? അവരെ പോയി കണ്ടിട്ട് നീ എൻ്റെ പേരും അഡ്രസ്സും കൊടുത്തില്ലേ? അപ്പോഴും വീണ്ടും ചമ്മി. അതേ, ഞാൻ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിനക്കരിക്കട്ടെന്ന് വിചാരിച്ചു. അത് നല്ല സുഹൃത്തായി ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്താ പ്രശ്നം എന്താ? അല്ല, അവരുടെ വക്കീൽ എന്നെ വിളിച്ചിരുന്നു. അവരുടെ വക്കീലോ? എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന ആളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇവിടം വരെ വരണം. നിങ്ങൾ ആ ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ചു. അവരുടെ സ്വത്തെല്ലാം നിങ്ങളുടെ മേൽവിലാസം എഴുതി വെച്ചിരിക്കുക. കൂട്ടുകാർ ശബ്ദരായി, നിങ്ങൾ ശബ്ദരായി എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.